കഠിനം പേരുത്ത ശിക്കായത്തിനാലെ കഥനങ്ങളും നാവിലുന്നത് പോലെ ഇടയിൽ ചിലർ ആളുതും ഹുസ്നാലെ ഇതിൽ പല മത ജാതികൾ ചേലെ ആലും ആഹിൽകൾക്ക് ഇടയിൽ പിണക്കം ആരംഭരാൻ മുടിവാക്കിയിണക്കം പൂമുഖം തന്നിൽ ഇരിപ്പാൻ അങ്കേ ജനர்களுം ഏറെ പേരുപ്പാൻ കഠിനം പേരുത്ത ശിക്കായത്തിനാലെ കഥനങ്ങളും നാവിലുന്നത് പോലെ. ആ വീടിന്റെ മുറ്റത്ത് ചെന്ന് നോക്കുമ്പോ ആ നാട്ടിലെ സാധാരണങ്ങളായ ആളുകൾ, അല്ലാത്തവർ, മതം നോക്കാത്ത ആളുകൾ, എല്ലാ ടീമും തങ്ങളുടെ മുറ്റത്തുണ്ട്. അവര് വന്നത് അവരുടെ ശിക്കായത്ത് പറയാൻ വേണ്ടിയിട്ടാ. ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളാ. രോഗികളുണ്ട്, അവർക്ക് അതിന് ശിഫ കിട്ടണം. മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവന്മാരുണ്ട്, അവരെ വലയിൽ ഉറുക്കെഴുതി കെട്ടണം. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്ക് തങ്ങളെന്ന ആ മഹാമനീഷിയുടെ മുമ്പിൽ ചരിത്രത്തിൽ പറയുന്നു. 80-86 വയസ്സിന്റെ ഇടയിൽ പ്രായമുണ്ട് അന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്കെന്ന ആ തങ്ങളടുക്കലേക്കാണ് ഇവർ ചെന്നിട്ട് ഇവരുടെ വിഷയങ്ങൾ പറയാൻ വേണ്ടി ചെന്നത്. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഈ മഹാന്മാരായ പണ്ഡിത സ്രോതസ്സുകളെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റു. അവരെ ഇരുത്തി, സ്വീകരിച്ചൊരു ഭാഗത്തിരുത്തി. വന്ന ആളുകളൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്, എന്താണ് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശങ്ങൾ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, പാങ്ങിൽ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ വരക്കൽ തങ്ങളോട് ഈ വിഷയം പറയുകയാണ് വളരെ ദുഃഖത്തോടു കൂടി. എന്താണ് വിഷയം? തിങ്കൾ നബി ബനിയിൽ തീർമാപ്പൂകൾ ബശീർ തികവുറ്റ സിൽസിലയിൽ വന്ന സയ്യിദരേ പൊങ്കും മാതീമൊഴിവായി പൊന്നിൽ മീകും തെളിവായി പോലീശയും പൊലിവായി വന്ന സയ്യിദരേ വന്ന സയ്യിദരേ പങ്കജ പൂമലരാൻ പാർവയിൽ കൺകുളിരാൻ വലിമദീനിന്റെ നൂറാൻ വന്ന സയ്യിദരേ വന്ന സയ്യിദരേ പങ്കിലിംഗി വാഴ്വാൻ പതിയെങ്കുമേ പുകഴ്വാൻ പരിഹാരത്തിൻ തികവായി വന്ന സയ്യിദരേ വന്ന സയ്യിദരേ. ബഹുമാനപ്പെട്ട തങ്ങളോടായി പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽ വന്ന സയ്യിദ് അവർകളെ, പൊലിമയും പേരും പ്രശസ്തിയുമുള്ള സയ്യിദ് അവർകളെ, കൺകുളിർക്കും രക്ഷയും ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടും ഈ മതത്തിന്റെ പ്രകാശ കൺമണിയായ തങ്ങൾ അവർകളെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ ഇവിടെ വന്നാൽ അതിനൊരു സന്തോഷമുണ്ടാവും, ഒരു പരിഹാരമുണ്ടാകും എന്ന് തേടിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകളെ, ഞങ്ങളെ വന്ന വിഷയം ഇതാ ഇങ്ങനെയാണ്. തികവാലെയുള്ളതിനാ തിറമാലെ നിണ്ട് വീണാ തിരുടേരാൽ വന്ന് ദീനാ ഈ മാതത്തിനിലേ നികരത്തവർ ഹബീബാ നിറവാക്കിയോ സ്വഹബാ നീതം ഖൈറിന്റെ ബാവാ ഈ മദത്തിനാലേ സുഗരം നമ്മിൽ കൊടുണ്ട് സുന്ദരമാൽമീകന്ത് സൂനങ്ങളും വിരിന്ത് ഈ മാതത്തിനിലേ. പ്രിയപ്പെട്ട തങ്ങളവർകളെ, നമ്മുടെ നാട്ടിൽ വലിയ ഫിത്ന നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയ ആദർശങ്ങൾ കൊണ്ടു നടന്ന പാവപ്പെട്ട ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ട് വിദഇകളായ കുറെ ആളുകൾ കടന്നു വന്നു നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികളും ഇബാദത്തുകളും മുഴുവനും അതിൽ വെള്ളം ചേർത്ത് അവർ അവതരിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ചയിൽ ഓതുന്ന അറബി ഖുതുബ മലയാളത്തിലാക്കണമെന്നാണ് അവർ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ടാൽ അവിടെ ഖുർആൻ ഓതാൻ പാടില്ലെന്നാണ് അവരുടെ വാദം.
ഖബറിന്റെ അടുക്കൽ ചെന്ന് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ തുടങ്ങി തവസ്സുൽ ഇസ്തിഗാസ വരെ അവർ എതിർത്തുകൊണ്ട് അതെല്ലാം ശിർക്കാക്കിക്കൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഓതുന്ന മൗലിദ് അടക്കം ശിർക്കെന്ന് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പൊന്നു തങ്ങളെ, ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളും വഴിതെറ്റും. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഒരു മാർഗം? യഥാർത്ഥമായ ദീന് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മുടെ അവകാശമല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങളൊന്ന് പരാതിപ്പെട്ടാൽ അവിടെ നിന്ന് അതിനൊരു തീരുമാനമുണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പാങ്ങിൽ ഉസ്താദും അഹമ്മദ് കോയ ഷാലിയാത്തി ഉസ്താദും അച്ചിപ്പുറ കുഞ്ഞു മുഹമ്മദ് മുസ്ലിം അടങ്ങുന്ന പണ്ഡിത സംഘം ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വരക്കൽ മാഹിദേരി ഊരക്കൽ താരിത്തണ്ട് പേരുത്ത് ഹുസിനിലങ്കിരിപ്പതായി വലിയ കെടുതി തലം വന്നിടുമുടൻ നിലയപ്പടിയണ്ട് ദീനപ്പതാ അരശർ അവിടെയുൾ പുരുഷർകളിൽ ഉറ്റ് വിരിശക്കനിയാമെന്റെ അഹികളെ അഹദിൻ മതമുളം അഹിതം പലവിധം പഹയർ കൊടുന്തുള്ള വിനകളെ ഒരടി പിടിതെടുത്തെറിയുവതിനുള്ള കരുതലെടുക്കണം നമ്മകളെ മുനമെ സലഫുകൾ അനകം വിരുത്തിയ കനകപശി കൊള്ളെ ജനർകളെ കരമിലണുപ്പതിൽ ഉരമി ഹിക്മത്തും പെരിയ ശിരമങ്ങളെടുക്കലായി തമരും നമ്മുടെ ഉമരേണ്ടത് വേറെ തമമെ വിടുത്തിനുറുക്കലാ വരക്കൽ മഹിതറി ഊരക്കൽ തരിത്തണ്ട് പെരുത്ത ഹുസ്നില ഇരിപ്പതായി വലിയ കൊടുതി തലം വന്നിടും ഉടൻ നിലയപ്പടിയണ്ട് ദിനപ്പതായി. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ പരാതി കേട്ടതോടുകൂടി വലിയ ദുഃഖിതനായി. വരക്കൽ മഹിദർ ഈ ഉരക്കൽ തരിത്തണ്ട് അണ്ട് പൊരുത്തു. ഈ വിഷയം കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട വലിയ ദുഃഖം സംഭവിച്ചു പോയി. എന്നിട്ട് ചോദിച്ചു, ഇനി എന്താ നമ്മൾ ചെയ്യാം? ഈ വലിയ വിപത്ത് ഈ നാട്ടിൽ തുടർന്നാൽ ഇവിടെ ആപത്തുണ്ടാവും, ഇവിടെ വലിയ വിപത്ത് ഇവിടെ സൃഷ്ടിക്കും. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയ ആദർശങ്ങൾ ഇവിടെ ഇല്ലാതെയാകും. അതുകൊണ്ട് എന്താണ് ഒരു വഴി എന്ന് തങ്ങളടക്കം പിന്നെ ചിന്തിക്കാൻ തുടങ്ങി. അവസാനം കണ്ടെത്തിയത് നമുക്ക് നമ്മുടെ ആലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടണം, നമ്മുടെ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടണം. ഈ വിഘടവാദികൾക്കെതിരെ, ഈ മൗലൂദികൾക്കെതിരെ, ഈ ആശയങ്ങൾക്കെതിരെ എങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടണം, അതിനെല്ലാ പണ്ഡിതന്മാരോടും ചെന്നിട്ട് ഈ സന്ദേശം അറിയിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ ഈ 3 അംഗ സംഘം അവരിറങ്ങി നാട്ടിലുള്ള പണ്ഡിതന്മാരെ ചെന്ന് കണ്ടു. അങ്ങനെ കുറ്റിച്ചിറയിൽ അവര് ഒരു യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചു. ആ യോഗത്തിൽ ബഹുമാനായ KP മുഹമ്മദ് മീറാൻ മുസ്ലിയാരെയും പാറോൽ ഹുസൈൻ മുസ്ലിയാരെയും അതിന്റെ നേതൃസ്ഥാനത്ത് വെച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഈ നാട് നീളെ നമ്മൾ വയല് സംഘടിപ്പിക്കണം, പ്രഭാഷണങ്ങൾ ഒരുമിച്ച് കൂട്ടണം. അങ്ങനെ ഈ വിഷയത്തോട് പോരാടാൻ വേണ്ടി ജനങ്ങളെ ഉത്ബുദ്ധരാക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ പണ്ഡിതന്മാരെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആശീർവദിച്ചുകൊണ്ട് അങ്ങനെ ജനങ്ങളിലേക്ക് ഇറക്കി വിടുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ പ്രബോധന വീതിയിൽ പണ്ഡിതന്മാർ ഇറങ്ങുന്നു, സമസ്തക്ക് രൂപകൽപ്പന ചെയ്യുന്നു. 926 സമസ്ത രൂപീകരിച്ചപ്പെട്ടുകൊണ്ട് 100 വർഷം പിന്നിടുകയാണ്. വലിയ ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ പ്രഭാഷകർ സാലിം ഫൈസി അടക്കം സദസ്സത്തിൽ എത്തിക്കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇതിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിന്നുകൊണ്ട് മരണം വരെ പ്രവർത്തിക്കുവാനും അല്ലാഹു നമുക്ക് അവന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.